റിപ്പോർട്ടർ ബ്രേക്കിംഗ്. UDF അധികാരത്തിൽ വന്നാൽ ഉപമുഖ്യമന്ത്രി സ്ഥാനം വേണമെന്ന് മുസ്ലിം ലീഗ്. അതിനുള്ള സ്റ്റാറ്റസും അർഹതയും മുസ്ലിം ലീഗിനുണ്ടെന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം KNA ഖാദർ റിപ്പോർട്ടറിനോട്. ലീഗ് ആവശ്യപ്പെടാതെ തന്നെ UDF അത് കണ്ടറിഞ്ഞ് ചെയ്യുമെന്നാണ് പ്രതീക്ഷ. മുസ്ലിം ലീഗിന് അർഹമായ പദവിയിൽ പ്രതിഷ്ഠിക്കണമെന്ന ധാരണ മറ്റുള്ളവർക്കുണ്ടെങ്കിൽ അത് നടക്കുമെന്നും KNA ഖാദർ പറഞ്ഞു. വളരെ വ്യക്തമായി മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സമിതി അംഗം പറയുന്നു, ലീഗിന് ഉപമുഖ്യമന്ത്രി സ്ഥാനത്തിന് അർഹതയുണ്ട്, ലീഗിന് അത് UDF നൽകുമെന്നാണ് പ്രതീക്ഷ. കേൾക്കാം. ഉപമുഖ്യമന്ത്രി പദവി മുസ്ലിം ലീഗിന് തരണമെന്ന് UDF തീരുമാനിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞങ്ങൾ ആവശ്യപ്പെട്ടതുകൊണ്ടല്ല, അത് കണ്ടറിഞ്ഞ് തന്നെ ചെയ്യാൻ ഐക്യജനാധിപത്യ മുന്നണിക്ക് സാധിക്കുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഒരു ആലങ്കാരികമായി മുസ്ലിം ലീഗിന് അർഹമായ തലത്തിൽ മുസ്ലിം ലീഗിനെ പ്രതിഷ്ഠിക്കുക എന്ന ധാരണ മറ്റുള്ളവർക്കുണ്ടെങ്കിൽ അത് നടക്കും. മുന്നണിയിലുള്ള എല്ലാവരും അങ്ങനെ ആഗ്രഹിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. അത് ആലങ്കാരിക പദവിയാണ്, അതൊരു അംഗീകാരമാണ്. അതിനുള്ള സ്റ്റാറ്റസും അതിനുള്ള അർഹതയും മുസ്ലിം ലീഗിനുണ്ടെന്ന് എല്ലാ ഘടകകക്ഷികൾക്കും ബോധമുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. മുബഷിപ്പി അക്ബർ, ഒരു ഇടവേളയ്ക്ക് ശേഷം ഉപമുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള അവകാശവാദം മുസ്ലിം ലീഗ് ഉന്നയിക്കുകയാണ്. ഇതിൽ മുസ്ലിം ലീഗിലെ മുതിർന്ന നേതാക്കൾക്കും അതേ അഭിപ്രായമാണ് എന്ന് വേണമോ മനസ്സിലാക്കാൻ. ഉപമുഖ്യമന്ത്രി സ്ഥാനം കിട്ടുക അത് ലീഗിന്റെ അവകാശമാണ്. അതേ PK കുഞ്ഞാലിക്കുട്ടി ഉപമുഖ്യമന്ത്രിയാക്കണം UDF അധികാരത്തിൽ വന്നാൽ എന്നുള്ളതാണ് ഇവരെല്ലാവരും പറയുന്നത്. അതിന് PK കുഞ്ഞാലിക്കുട്ടി യോഗ്യനാണെന്ന് നേരത്തെ മറ്റൊരു ചർച്ചയിൽ പാണക്കാട് തങ്ങൾ തന്നെ പറയുന്നതും നമ്മൾ കേട്ടു. മുതിർന്ന നേതാക്കളുടെ മനസ്സുകൂടി അറിഞ്ഞിട്ടാണോ KNA ഖാദർ ഇങ്ങനെ പറയുന്നത്? മുബഷീർ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഡോക്ടർ കുമാർ. തീർച്ചയായും ഇക്കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ മികച്ച പ്രകടനം ഉൾപ്പെടെ കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് മുസ്ലിം ലീഗ് ഇത്തരമൊരു ഡിമാൻഡ് ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കേവലം KNA ഖാദറിനെ പോലെയുള്ള നേതാക്കളല്ല, മറിച്ച് PK കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെ നേരത്തെ മലപ്പുറത്ത് വെച്ച് നടന്നൊരു പരിപാടിയിൽ സാദിഖ് അലി ശിഹാബ് തങ്ങളും PK കുഞ്ഞാലിക്കുട്ടിയും പങ്കെടുത്ത പരിപാടിയിൽ വെച്ച് തന്നെ സാദിഖ് അലി ശിഹാബ് തങ്ങൾ മുഖ്യമന്ത്രിയാകാൻ തന്നെ യോഗ്യനാണെന്ന് PK കുഞ്ഞാലിക്കുട്ടി യോഗ്യനാണെന്ന് പറയുന്നത് നമ്മൾ കണ്ടിരുന്നു. ഈ അടുത്ത് PK കുഞ്ഞാലിക്കുട്ടി തന്നെ അത് സ്ഥിരീകരിക്കുന്നുണ്ട്. അതായത് ഇക്കഴിഞ്ഞ UDF മന്ത്രിസഭയുടെ കാലത്തെ ഉമ്മൻചാണ്ടി തന്നോട് ഉപമുഖ്യമന്ത്രി സ്ഥാനം ലീഗിന് വേണമോ എന്നൊരു ആവശ്യം ചോദിച്ചിരുന്നു. പക്ഷേ ലീഗ് അത് അംഗീകരിച്ചില്ല. ലീഗിന് അത് ആവശ്യമില്ല എന്നുള്ളതായിരുന്നു പറഞ്ഞിരുന്നത് എന്നുള്ളതായിരുന്നു PK കുഞ്ഞാലിക്കുട്ടി സ്ഥിരീകരിച്ചിരുന്നത്. എന്തായാലും അതിന് തൊട്ടു പിന്നാലെയാണ് ലീഗിലെ കൂടുതൽ നേതാക്കൾ മുസ്ലിം ലീഗിന് അർഹതപ്പെട്ട പദവി തന്നെയാണ് ഉപമുഖ്യമന്ത്രി സ്ഥാനം എന്ന പ്രതികരണവുമായിട്ട് ഇപ്പോൾ രംഗത്ത് വരുന്നത്. മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാണ് KNA ഖാദർ. മുൻപ് MLA ആയിട്ടുള്ള വ്യക്തിയാണ്. മുസ്ലിം ലീഗിന്റെ ഒരു ബുദ്ധിജീവി മുഖം കൂടിയാണ് അദ്ദേഹം എന്നുള്ളത് നമുക്കറിയാം. അദ്ദേഹം വളരെ ക്രിസ്റ്റൽ ക്ലിയറായി തന്നെ ഈ ഒരു വിഷയത്തിൽ പ്രതികരണം നമ്മളോട് നടത്തുന്നുണ്ട്. മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് ഉപമുഖ്യമന്ത്രി പദവി എന്നുള്ളത് UDF തീരുമാനിക്കുമെന്നുള്ളതാണ് പ്രതീക്ഷ എന്നുള്ളതാണ് ഈ KNA ഖാദർ പറഞ്ഞു വെക്കുന്നത്. ലീഗ് ആവശ്യപ്പെടാതെ തന്നെ UDF അത് കണ്ടറിഞ്ഞ് ചെയ്യുമെന്നുള്ളതാണ് പ്രതീക്ഷ. നേരത്തെ ഉപമുഖ്യമന്ത്രി പദവി ആവശ്യമുണ്ടോ എന്ന് ഉമ്മൻചാണ്ടി കുഞ്ഞാലിക്കുട്ടിയോട് ചോദിച്ചിട്ടുണ്ട്. അത് കുഞ്ഞാലിക്കുട്ടി തന്നെ ഒരു അഭിമുഖത്തിൽ സ്ഥിരീകരിക്കുന്നുണ്ട്. അക്കാര്യം വീണ്ടും അടിവരയിട്ടുകൊണ്ട് KNA ഖാദർ പറയുന്നുണ്ട്, തനിക്കത് അറിയുന്ന കാര്യമാണ്, മുന്നണിയുടെ ലക്ഷ്യം പൂർത്തീകരിക്കലാണ് പ്രധാനമെന്ന് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞിരുന്നു. സ്വാഭാവികമായിട്ട് അന്ന് പദവി ആവശ്യമില്ല എന്നുള്ളതായിരുന്നു ലീഗിന്റെ നയം. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ലീഗിന്റെ പ്രകടനം ഉൾപ്പെടെ കണക്കിലെടുത്തുകൊണ്ട് അതൊരു പൊതുവികാരമായി പാർട്ടി അണികളിൽ നിന്നുൾപ്പെടെ വരുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ലീഗിൽ നിന്ന് തന്നെ കൂടുതൽ നേതാക്കൾ ഇത്തരം ഒരു പ്രതികരണം നടത്തിക്കൊണ്ട് ഇപ്പോൾ രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ CH മുസ്ലിം ലീഗിന്റെ മുഖ്യമന്ത്രിയായതാണ്. ഖാദർ കുട്ടി നഹയെ പോലെയുള്ള ആളുകൾ ഉപമുഖ്യമന്ത്രി സ്ഥാനം അലങ്കരിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും മുസ്ലിം ലീഗ് അതിന്റെ സംഘടനാ സംവിധാനം ഉൾപ്പെടെ വളരെ സജ്ജമാക്കി വളരെ ശക്തമായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിൽ കൂടി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർ കരുത്ത് തെളിയിച്ച് മുന്നോട്ട് വരുമ്പോൾ ഉപമുഖ്യമന്ത്രി പദവി എന്നുള്ളത് അവർക്ക് അർഹതപ്പെട്ടതാണ് എന്നുള്ള ഒരു വാദത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത്.